ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ മുഖം നിറം വെക്കുവാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് നിറം വെക്കുന്നതൊക്കെ. ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കല്യാണ പെണ്ണുങ്ങളും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ, ആ ഫംഗ്ഷൻ്റെ ടൈമിൽ നമ്മൾ കൂടുതലും മുഖത്ത് നിറം വെപ്പിക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കാറുണ്ട്, പുരുഷന്മാരും അത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതിന് പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ടിപ്സാണ് പറയാൻ പോകുന്നത്. ഇത് നല്ലപോലെ നിറം വെക്കോട്ടെ. അപ്പം ഞാൻ നല്ലൊരു ടിപ്പുമാണ്. നമുക്ക് ഫസ്റ്റ് ടിപ്പ് പറയാം. അപ്പം ഈ പറയാൻ പോകുന്ന ടിപ്പ് ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള അടിപൊളി, കാരണം ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 100% അത്ര ഉറപ്പ് പറഞ്ഞ ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് തേങ്ങ ചിരകി അതിൻ്റെ പാല് ഇപ്പം പഴൻ്റെ അമ്മിയിലൊക്കെ അരച്ചിട്ടാണ് പാല് എടുക്കുന്നത്. ഇപ്പം അമ്മിയൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും മിക്സിയിലിട്ടിട്ട് അത് നല്ലപോലെ അരച്ച് അത് അരിപ്പയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല കുറുക്കനെയുള്ള പാലെടുക്കാം. ആ പാലെടുത്തിട്ട് കുറച്ച് തേങ്ങ മതി, ഒരുപാട് നമ്മൾ കറിക്കരക്കണ ഒട്ടും ഇറക്കണ്ട, ഒരു 3-4 ടീസ്പൂൺ അത്ര അളവിൽ മതി. അപ്പം ആ ഒരു തവി അളവിലുള്ള തേങ്ങാപ്പാൽ, കുറുക്കനെയുള്ള തേങ്ങാപ്പാൽ കിട്ടും. അതെടുത്തിട്ട് ആ വെള്ളം, തേങ്ങാപ്പാൽ കുറുക്കനുള്ള ആ തേങ്ങാപ്പാൽ വെള്ളം അതൊരു ബൗളിലാക്കി അതിങ്ങനെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. നല്ലപോലെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മുകളിലേക്ക് ഇങ്ങനെ തടവി വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഈ തേങ്ങാപ്പാൽ മുഖത്ത് അപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഉണങ്ങിപ്പോവും. വെള്ളമില്ല, നൈസായിട്ടല്ലേ നമ്മൾ പുരട്ടണത്. അപ്പോൾ വീണ്ടും അതിങ്ങനെ പുരട്ടാം. അങ്ങനെ നമ്മുടെ ആ തവിയിൽ കിട്ടുന്ന ആ തേങ്ങാപ്പാൽ മൊത്തം ഇതുപോലെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഉണങ്ങിപ്പോകും. അതിനുശേഷം നമുക്ക് കടലപ്പൊടിയോ അല്ലെങ്കിൽ സാധാരണ കഴുകിക്കളയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് നല്ലപോലെ കഴുകിക്കളയാം. അങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നിറം വെക്കുമെന്ന് 100% ഉറപ്പുകൊണ്ടിട്ടാണ് പറയുന്നത്. അത് പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ അത് തേങ്ങാപ്പാലല്ലേ, അത് ചിലപ്പോൾ പിടിച്ചില്ലാന്ന് വരും. ആ ഒരു പ്രശ്നം ഒഴികെ 100% നിറം വെക്കാൻ അത്ര പെർഫെക്റ്റ് ആണത്. പിന്നെ ജനിച്ചു വന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ അതിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടായിരുന്നു അതിനെ നോക്കാൻ വന്ന ആൻറ്റി ഇതുപോലെ തേങ്ങാപ്പാൽ വെച്ച് അതിനെ മേത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കും. അതിങ്ങനെ ഉണങ്ങി വീഴുമ്പോൾ വീണ്ടും ഇങ്ങനെ മസാജ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം അതിന് എണ്ണയൊന്നും യൂസ് ചെയ്തില്ല. ഈ തേങ്ങാപ്പാൽ കൊണ്ട് കുട്ടി നല്ല നിറമായിരുന്നു. കുട്ടിക്ക് നിറമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ബൗത്തീസ് അതുപോലെയുള്ള 40 ദിവസം കഴിഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ആ ടൈമിൽ കുഞ്ഞിനെ കാണാൻ നല്ല മാഷാഅല്ലാ നല്ല നിറമായിരുന്നു. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ്. അത്ര പെർഫെക്റ്റ് ആണ് കേട്ടോ. മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് തേങ്ങാപ്പാൽ. പിന്നെ അതുകൂടാതെ നമ്മളെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ എടുത്ത് അത് പാലിൽ, നമ്മുടെ പശുപാലിൽ അരച്ച് അത് ഡെയിലി ഒരു ഗ്ലാസ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ് മുഖത്തുണ്ടാവും. നല്ല ഓട്ടോമാറ്റിക്കലി മുഖത്ത് നല്ല പ്രകാശം വരും, വെട്ടം വരും, നല്ലോണം നിറം വെക്കും. അതും നല്ല പെർഫെക്റ്റാണ്. പക്ഷേ തേങ്ങാപ്പാൽ യൂസ് ചെയ്യണ അത്ര എഫക്റ്റ് വരില്ല കേട്ടോ ഈ ജ്യൂസിന്. എങ്കിൽപ്പോലും നല്ല മാറ്റം വരും ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മൾ. അപ്പോൾ ഈ സ്കിന്നിൻ്റെ സുഷിരങ്ങളിലൊക്കെ ഈ പൊടിപടലങ്ങൾ കയറിയിട്ടാണ് പിമ്പിൾസ് ഉണ്ടാകുന്നതും നമ്മുടെ മുഖം പെട്ടെന്ന് ഇരുണ്ട് വരുന്നതും മെയിനായിട്ട് അതുകൊണ്ടിട്ട് എവിടെ പുറത്തിറങ്ങിയാലും വീട്ടിൽ വന്ന് നല്ലപോലെ മസാജ് ചെയ്ത് നല്ലപോലെ വെള്ളം വെച്ച് കഴുകി നല്ലപോലെ മസാജ് ചെയ്ത് കഴുകണം. അപ്പോൾ ഈ വെള്ളം മുഖത്ത് കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ സുഷിരങ്ങൾ ജസ്റ്റ് ഒന്ന് വീർക്കും. അപ്പോൾ നമ്മൾ മസാജ് കൂടി ആകുമ്പോൾ ആ സുഷിരങ്ങളെ കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അഴുക്കുകൾ
പുറത്തേക്ക് തള്ളും. അത് നമ്മളറിയില്ല ആ പ്രതിഭാസമൊന്നും, പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുഖം വാഷ് ചെയ്ത് മസാജ് ചെയ്ത് മുഖം വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അഴുക്കുകളൊക്കെ പോയി നല്ല നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല നിറവും ഉണ്ടാവും. പിന്നെ അതുപോലെ രക്തോട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കവളൊക്കെ കാണാനും ഒരു നല്ല ഭംഗി ഉണ്ടാകും. അപ്പോൾ അതും നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉള്ളത് പിന്നെ മാതളം നല്ലതാണ്. പിന്നെ കൂടാതെ പ്രൊമോഗ്രാനൈറ്റില്ലേ, അതാണ് മാതളം, അത് നല്ലതാണ്. പിന്നെ കൂടാതെ പപ്പായ നല്ലതാണ് കഴിക്കാനും. ചിലർ പപ്പായ പേസ്റ്റാക്കി മുഖത്ത് അപ്ലൈ ചെയ്യും. ഒരു ഫേഷ്യൽ പോലെയാണ്, സത്യം പറഞ്ഞ ഫേഷ്യൽ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കൂടാതെ ഞാൻ ചെയ്യുന്ന വേറൊരു ടിപ്പുണ്ട്. ഞാനിങ്ങനെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ കല്യാണമൊക്കെ വരുമ്പോൾ കുക്കമ്പറില്ലേ, നമ്മൾ സാധാരണ കണ്ണിലിങ്ങനെ വട്ടത്തിൽ വെക്കണ ആ കുക്കമ്പർ വാങ്ങിച്ച് അതിൻ്റെ തൊലി നല്ല കട്ടിയിൽ ചെത്തിക്കളഞ്ഞ് അത് കുറച്ചെടുത്തിട്ടൊന്ന് നല്ലപോലെ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കും. ആ പേസ്റ്റ് മുഖത്ത് ഇതുപോലെ ഇങ്ങനെ കുറേ നേരം അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഉണങ്ങി പോകും. കാരണം ഇതൊക്കെ വെള്ളമല്ലേ, ഇങ്ങനെ ഉണങ്ങി പോകുന്നതോടും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഒരു 3-4 ദിവസം മുന്നേ ഞാൻ ഡെയിലി ഇതുപോലെ കിടക്കണതിന് മുന്നേ ഇത് ചെയ്ത് ഇത് കഴുകി മുഖമൊക്കെ കിടക്കുമ്പോൾ തന്നെ മുഖം ഇങ്ങനെ ഫേഷ്യൽ ചെയ്യണം. അത്ര ഒരു പവറായിരിക്കും മുഖത്തിന്. നമ്മൾ കുറേ രൂപ കൊടുത്ത് കടകളിൽ പോയി ഫേഷ്യൽ ചെയ്ത് കെമിക്കലായിട്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്ത് മുഖം നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇതേപോലെയൊക്കെ ചെയ്താൽ തന്നെ നല്ല പോലെ നിറം വെക്കും. അത് ഞാൻ അത്ര ഉറപ്പ് പറയുന്നു. പിന്നെ ഉണക്കമുന്തിരി തലേന്ന് വെള്ളത്തിലിട്ട് അത് 2-3 വട്ടം കഴുകണം കേട്ടോ. കാരണം അതൊക്കെ കെമിക്കലും കടിച്ച് വന്നുകൊണ്ടിട്ട് വെള്ളത്തിലിട്ട ശേഷം 2-3 തവണ നല്ല പോലെ വാഷ് ചെയ്ത ശേഷം അത് കഴിക്കണം. ഒരു ഡെയിലി 10-20 വെച്ച് കഴിച്ചാൽ തന്നെ നല്ല സ്കിൻ നിറം വെക്കാനും നല്ല സോഫ്റ്റ് ആവാനും അത് രക്തോട്ടം പല കാര്യങ്ങൾക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കതും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരുപാടുണ്ട് പറയാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവുകയും ചെയ്യും, നിങ്ങൾക്ക് ബോറടിയും ആകും. അപ്പോൾ മാക്സിമം നിങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാനും ജ്യൂസൊക്കെ അടിച്ച് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാനും പപ്പായ കുടിക്കാനൊക്കെ മടിയുള്ളവർക്ക് ഒന്നും നോക്കണ്ട. നിങ്ങൾ വീട്ടിലെപ്പോഴും അമ്മമാർ തേങ്ങ ചിരകാതിരിക്കില്ലല്ലോ. അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് ഒന്ന് പേസ്റ്റാക്കി അതിൻ്റെ പാലെടുത്ത് അപ്ലൈ ചെയ്ത് നോക്കൂ. പെർഫെക്റ്റ് ആയിരിക്കും, നല്ല പോലെ നിറം വെക്കും, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണാം. പിന്നെ പ്രത്യേകിച്ച് ഇതെൻ്റെ ഒരു കുക്കിംഗ് ചാനൽ, എൻ്റെ ചാനൽ കുക്കിംഗ് ചാനലാണ് എങ്കിൽ പോലും ഞാനിടയ്ക്ക് ഗെയിം വീഡിയോസും ഫണ്ണി വീഡിയോസും ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്താറുമുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനൊരു ടിപ്പും കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണണം, അഭിപ്രായങ്ങളൊക്കെ പറയണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.